ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആയിരുന്നു. അതിൽ നമ്മൾ അമോർഫസ് സോളിഡുകളുടെയും ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി അമോർഫസ് സോളിഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അതോടുകൂടെ നിർത്തി. ഇനി നമ്മൾ അതിൽ നിന്ന് ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രമാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ വേണമല്ലോ അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ, അല്ലേ? അവരെ നമ്മൾ വർഗീകരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അപ്പോൾ നമ്മളിവിടെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഇൻ്ററാക്റ്റീവ് ഫോഴ്സ്, ഇല്ല, ഇതിനുള്ളിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന സോളിഡ്സിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന ഇൻ്ററാക്റ്റീവ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സോളിഡുകളെ, ക്രിസ്റ്റലൈൻ സോളിഡുകളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്നതാണ് മോളിക്കുലാർ സോളിഡ്സ്, രണ്ടാമത്തത് അയോണിക് സോളിഡ്സ്, തേർഡ് വൺ മെറ്റാലിക് സോളിഡ്സ്, and last one is covalent solids. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്: മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക് ആൻഡ് കോവാലന്റ്. മോളിക്കുലാർ സോളിഡ്സിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ്, അല്ലെ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. അയോണിക് സോളിഡുകളാണെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. മെറ്റാലിക് സോളിഡ്സിൽ മെറ്റൽസും, കോവാലന്റ് സോളിഡ്സിൽ ആറ്റംസും ആണ്. മോളിക്കുലാർ സോളിഡുകളെ തന്നെ നമ്മൾ 3 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മോളിക്കുലാർ സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് വേറെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ആദ്യത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, അല്ലെ? മോളിക്കുലാർ സോളിഡ്സ് തന്നെ ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ഒരു ബോണ്ട്, അല്ലെ, ഒരു വാണ്ടർവാൾ ഫോഴ്സ് ഒക്കെയാണ് അവിടെ ആക്ട്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ ആ പേരിൽ തന്നെ ഉണ്ട്, അതിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? നോൺ പോളാർ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. നോൺ പോളാർ കോവാലന്റ് ബോണ്ട്. ഈ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ് ഡിസ്പേർഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് എന്നൊക്കെ പറയുന്നത്. ഡിസ്പേർഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഇതെന്താണെന്നുള്ളത് നമ്മൾ +1 പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് ആൻഡ് അതല്ലെങ്കിൽ എന്താണ് സച്ച് വീക്ക് ഫോഴ്സസ് ആർ കോൾഡ് ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്. ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളതാണ് ഇപ്പോൾ നോൺ പോളാർ, അല്ലെ, സബ്സ്റ്റൻസസ് സച്ച് ആസ് പിന്നെ Cl2, F2, Br2, I2, H2, അതേപോലെ തന്നെ നോബിൾ ഗ്യാസസ് സച്ച് ആസ് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര. ഇതൊക്കെ നോൺ പോളാർ സബ്സ്റ്റൻസസ് ആണ്. സോളിഡ്സ് ആയിട്ടില്ല, അല്ലേ? ക്ലോറിൻ, ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ ഗ്യാസ്, അതിൻ്റെ കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതുവരെയൊക്കെ എന്താണെന്ന് പറയാം, അല്ലേ? നോൺ പോളാർ, അല്ലെ, കാരണം ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, they will be having low melting and boiling point. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് പൊതുവെ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. They are soft metals ആണ്. and they are non-conductors. Next one, they exist as liquids or gases at room temperature and pressure. ഇത്തരത്തിലുള്ള സോളിഡ്സുകൾ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുക? they exist as liquids, അതല്ലെങ്കിൽ gases. എപ്പോൾ? at room temperature and pressure. അവരെന്താണ്? ഗ്യാസോ അതല്ലെങ്കിൽ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ലിക്വിഡോ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്, അല്ലേ? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് നോൺ പോളാർ കോവാലന്റ് ബോണ്ട് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ മോളിക്യൂൾസ് ആണ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, അല്ലെ, പൊതുവെ they will be having low melting point. they are soft metals, അല്ലെ, soft solids. കാരണം മെറ്റൽസ് നോൺ മെറ്റൽസ് എല്ലാം വരും. they are soft solids. then they are non-conductors
then they exist in liquid or gas phase at room temperature and pressure. Examples ഓരോന്ന് പഠിച്ചു വെക്ക്. അടുത്ത നമ്മൾ പോളാർ മോളിക്കുലാർ സോളിഡ്സിലേക്ക് പോവുകയാണെങ്കിൽ അല്ലേ, നോൺ പോളാർ കഴിഞ്ഞിട്ട് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾ ആണ്. ഈ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ് ആയിരിക്കും. ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ്. എക്സാമ്പിള് പോളാർ കോവാലൻ ബോണ്ട് അല്ല ഉണ്ടാവുക. പോളാർ കോവാലൻ ബോണ്ട് ഉണ്ടാവുന്ന മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് HCl, ദെൻ SO2, NH3. ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്? പോളാർ കോവാലൻ ബോണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? ദീസ് ആർ എക്സാമ്പിൾ ഫോർ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അതേപോലെ തന്നെ they'll have low melting and boiling point. Their melting and boiling point will be comparatively low. പക്ഷേ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനേക്കാൾ കൂടുതലായിരിക്കും. എന്താണ്? പൊതുവേ അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരുമായിട്ട്? തൊട്ട് മുൻപ് പറഞ്ഞിരിക്കുന്ന നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതലുണ്ട് എന്നുള്ളതല്ല, പക്ഷെ ആരേക്കാൾ കൂടുതലാണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിച്ചാൽ ആ വാല്യൂ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ഹാവിംഗ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഹൗവർ ഇറ്റ് ഈസ് ഹയർ ദാൻ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അതേപോലെ തന്നെ ദേ ആർ നോൺ കണ്ടക്ടേഴ്സ്. They are non-conductors. Then they exist as, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, they exist as liquids or gases. Liquids or gases at room temperature and pressure. ഇതൊക്കെയാണ് ആരുടെ പ്രോപ്പർട്ടീസ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് തന്നെ അല്ലേ, പോളാർ മോളിക്കുലാർ സോളിഡിന്റെ പ്രോപ്പർട്ടി. ഇതിൽ തന്നെ നമുക്ക് മോളിക്കുലാർ സോളിഡിൽ മൂന്നാമത്തെ ഏതായിരുന്നു? മൂന്നാമത്തേതാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എന്നുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ, അതായത് മോളിക്കുലാർ സോളിഡ്സിന്റെ മൂന്നാമത്തെ ടൈപ്പാണ് ഏത്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരു സ്ഥലത്ത് ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുക, അത് ആരുമായിട്ട് ബോണ്ട് ചെയ്യണം? ഇറ്റ് ഷുഡ് ബോണ്ട് വിത്ത് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് സച്ച് ആസ് നൈട്രജൻ, അതല്ലെങ്കിൽ ഓക്സിജൻ, അതും അല്ലെങ്കിൽ ഏതാണ്? ഹാലോജൻസ്. അപ്പോൾ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ and electronegative elements such as nitrogen, oxygen, halogen etc. are called hydrogen bond. അപ്പോൾ ഇങ്ങനത്തെ മോളിക്കുലാർ സോളിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ഓപ്പറേറ്റ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 3 ടൈപ്പ് പറഞ്ഞാൽ ആദ്യത്തേൽ മോളിക്യൂൾസ്, അവിടെ ഉള്ളത് നോൺ പോളാർ കോവാലൻ ബോണ്ട്. രണ്ടാമത്തേലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്, ബോണ്ട് ഏതാണ്? പോളാർ കോവാലൻ ബോണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെ, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ഏത്? മോളിക്യൂൾസിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇത് പൊതുവെ ഇങ്ങനത്തെ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വോളറ്റൈൽ. ദേ എക്സിസ്റ്റ് ആസ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്നുള്ളതാണ്. പൊതുവെ വോളറ്റൈൽ ലിക്വിഡ്സ് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. ദേ ആർ നോൺ കണ്ടക്ടേഴ്സ്. ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഇൻ ദെയർ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അവർ എന്ത് ചെയ്യൂല? കണ്ടക്ടിവിറ്റി കാണിക്കൂല. ദെൻ ദേ വിൽ ബി ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഐസ്, അല്ലെങ്കിൽ H2O സോളിഡ്. H2O ലിക്വിഡ് അല്ല കേട്ടോ, H2O സോളിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇവിടെ 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത്. 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെ 2 ഐസ് ക്യൂബ്സ്. 2 ഐസ് ക്യൂബുകളെ നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ, എന്നെ കുറേ നേരം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഐസ് ക്യൂബും കൂടെ തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ഐസ് ക്യൂബിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന 2 ഐസ് ക്യൂബിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കുറേ നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഓപ്പറേറ്റ് ചെയ്യും. കാരണം എന്താ? ഒരു ഐസ് ക്യൂബിന്റെ മുകളിലുള്ള ഹൈഡ്രജൻ ആറ്റം വേറൊരു ഐസ് ക്യൂബിന്റെ മുകളിലുള്ള ഓക്സിജൻ ആറ്റുമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തുന്നത്. അതല്ലെങ്കിൽ വലിയ മഞ്ഞുമലകളുടെയൊക്കെ മുകളിൽ നിന്ന്, വലിയ മഞ്ഞുമലകളുടെ മുകളിൽ നിന്ന് ചെറിയ ഐസ് ക്യൂബ് ഇങ്ങനെ അല്ലേ, അത് കറങ്ങി താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വരികയാണെങ്കിൽ മുകളിൽ നിന്ന് വരുന്നത് താഴേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ വലുപ്പം ഒരുപാട് കൂടിയിട്ട് ഒരു വലിയൊരു ഐസ്ബർഗ് ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ കാരണം എന്താ? ഇതിലെ 5-10 കിലോമീറ്റർ ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് അല്ലേ, ഉരുണ്ട് താഴേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് മഞ്ഞ് ഇതിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ പറ്റിപ്പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴേക്കും ചെറിയൊരാളായിരിക്കും അല്ലേ മുകളിൽ നിന്ന് പോന്നിട്ടുണ്ടാവുക, താഴെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ സൈസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട്.
ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് സാധാരണ ഒരു ആപ്ലിക്കേഷനാണ് ചോദിക്കാറുള്ളത്. എന്താണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോണ്ട് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മോളിക്കുലാർ സോളിഡ്സ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. അതേതാണ്? അയോണിക് സോളിഡ്സ്. നിങ്ങൾക്കറിയാം അയോണിക് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആരാണ്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. എന്താ അയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഉള്ള സ്പീഷീസിനാണ് നമ്മൾ അയോണുകൾ എന്ന് പറയാം അല്ലേ. പൊതുവെ എന്തുണ്ട്? രണ്ട് ടൈപ്പ് ചാർജുകൾ ഉണ്ടാവും. ഒരു പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസും നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസും. പോസിറ്റീവ്ലി ചാർജ് അയോണുകളെ നമ്മൾ കാറ്റയോൺ എന്നും നെഗറ്റീവ്ലി ചാർജ് അയോണുകളെ നമ്മൾ ആനയോൺ എന്നും പറയും. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് സോളിഡിന് ഉദാഹരണമല്ലേ? കാരണം അവിടെ ഉള്ളത് ആരാണ്? Na+ഉം Cl- ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക് സോളിഡ് ആണ്, K+ ആൻഡ് Cl-. സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക് സോളിഡ് ആണ്. കാരണം എന്താ? Zn2+ ആൻഡ് S2-. മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക് സോളിഡ് ആണ്. അവിടെ ഉള്ളത് ആരാ? Mg2+, അതേപോലെ തന്നെ 2 Cl-. അപ്പോൾ ഇവിടെ അയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും. ഏതിനേക്കാളും അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡൈപോൾ ഫോഴ്സസിനേക്കാളും സ്ട്രോങ് ആണ് ഏത്? ഇവിടെ ഉണ്ടാവുന്ന അയോൺ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. ഈ അയോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അവരെ തമ്മിൽ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലെ ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആയതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയാ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതല്ലെങ്കിൽ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കോൾഡ് കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്തുകൂടെ വിളിക്കുന്നുണ്ട്? കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നും കൂടെ പറയും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവരെ പഴയ പോലെ ഇവരെ വേർതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹൈ എനർജി കൊടുക്കേണ്ടി വരും. അതിന്റെ മീനിങ് എന്താ? ദേ വിൽ ബി ഹാവിംഗ് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ഒരുപാട് കൂടുതലാണ്. കാരണം എന്താ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നത്? അവരുടെ അല്ലെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. തൊട്ട് മുൻപ് പറഞ്ഞ എക്സാമ്പിളിലൊക്കെ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരുന്നു. കാരണം എന്താ? അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സും കുറവാണ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്തോറും എന്ത് കൂടും? അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടും. സച്ച് സോളിഡ്സ്, അയോണിക് സോളിഡ്സ് ആർ ഹാർഡ്. ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. എന്താ ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രിട്ടിൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. However, they show conductivity in their molten state or when dissolved in water. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവരെന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ ഇവർ നോൺ കണ്ടക്ടേഴ്സ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ആരാണ്? നോൺ കണ്ടക്ടേഴ്സ്. കണ്ടക്ടിവിറ്റി ഇല്ല. പക്ഷേ ഇതേ സോളിഡിനെ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറ്റുക, ഉരുക്കിയ അവസ്ഥയിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ ആ സോളിഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക, എക്വ സ്റ്റേറ്റിലേക്ക് മാറ്റുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് കാണിക്കും? ദേ വിൽ ഷോ കണ്ടക്ടിവിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുക. ആ ഉപ്പിലൂടെ ഒരിക്കലും എന്ത് ചെയ്യൂല? കറണ്ട് പാസ് ചെയ്യൂല. കാരണം ഒരു ലൈനിലെ ഒരു കറണ്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്താൽ ഉപ്പ് പോയി തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കൂല. പക്ഷെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അല്ലെ, ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. അതിനുശേഷമാണ് നിങ്ങൾ പോയി തൊട്ട് നോക്കുന്നെങ്കിലോ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷോക്ക് അടിക്കും. കാരണം എന്താ? ഈ സോൾട്ട് സൊല്യൂഷനിലൂടെ അല്ലെങ്കിൽ അല്ലേ എന്താ പറയുക, സോഡിയം ക്ലോറൈഡ് ലായനിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം? കാരണം സോളിഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ്. അതിലുള്ള സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ എന്ത് ചെയ്യൂല? മൂവ് ചെയ്യൂല. അപ്പോൾ അവിടെ അയോണിക് കണ്ടക്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല? കണ്ടക്ടിവിറ്റി കുറവാണ് അല്ലെ, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദ അയോൺസ് ആർ ഫ്രീ ടു മൂവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? അയോണിക് സോളിഡ്സ് ഇൻ ദെയർ സോളിഡ് സ്റ്റേറ്റ് എന്ത് പറയാ? അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് അല്ലെ. ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ആർ റെസ്ട്രിക്റ്റഡ് ആൻഡ് ഹെൻസ് ദേ ആർ നോൺ കണ്ടക്ടേഴ്സ്. ബട്ട് വെൻ ദേ ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ ഇൻ ദെയർ എക്വസ് സ്റ്റേറ്റ് ഓർ ഇൻ ദെയർ മോൾട്ടൺ സ്റ്റേറ്റ് ദ അയോൺസ് ആർ ഏബിൾ ടു മൂവ്. അയോണുകൾക്ക് മൊബൈലാണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അയോണുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹെൻസ് ദേ ഷോസ് കണ്ടക്ടിവിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റിൽ നോൺ കണ്ടക്ടേഴ്സും മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റുകളിൽ അയോണുകൾക്ക് ചലനമില്ല, മൂവ്മെന്റ് ഇല്ല. പക്ഷേ അല്ലേ മോൾട്ടൺ സ്റ്റേറ്റിലോ എക്വ സ്റ്റേറ്റിലോ എന്ത് ചെയ്തിട്ടുണ്ട്? അയോൺസ് ആർ ഫ്രീ ടു മൂവ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണ്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടെ എന്ത് പിന്നെ അതേ തന്നെ ചോദിക്കുക, വിച്ച് സോളിഡ് will be act as non-conductors in solid state but show conductivity in the molten or aqueous state. ഏതാണ്? അയോണിക് കണ്ടക്ടൻസ്. എക്സാമ്പിളുകൾ ഒരുപാടെണ്ണം പറഞ്ഞു. NaCl, KCl, ZnS, MgCl2. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും നമ്മളെ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അമോർഫസ് സോളിഡിന്റെ 4 ഉദാഹരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബാക്കി നമ്മൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ഏതൊക്കെ? നോൺ പോളാറിലുള്ള എക്സാമ്പിൾ, പോളാർ മോളിക്കുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്. ഈ ഉദാഹരണങ്ങളൊക്കെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ മൂന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡിലേക്ക് പോകുന്നു. മെറ്റാലിക് സോളിഡ് മൂന്നാമത്തെ ടൈപ്പാണ്
ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറഞ്ഞുതരാൻ പറ്റും എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. മെറ്റാലിക് സോളിഡ്സ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ മെറ്റൽസ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് സോളിഡ്സിലുള്ള ഘടക പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് മെറ്റലുകളും അവരുടെ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റാലിക് ബോണ്ടുമാണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് അവിടെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ബോണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലെ ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് എന്നാണ് പറയുക. ഇതിന്റെ ആറ്റങ്ങൾ പരസ്പരം ഉണ്ടാവുന്ന മെറ്റാലിക് ബോണ്ടിങ്. ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് കൂടും തോറും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടും, അതേപോലെ തന്നെ അതിന്റെ ഹാർഡ്നെസ്സും കൂടും. ഇപ്പൊ അയൺ അല്ലെ, അയണിലുള്ളത് ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് 4 ക്രോമിയത്തിൽ 6 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രോമിയം ആയിരിക്കും ഒന്നും കൂടെ ഹാർഡ് ആരെക്കാളും? അയണിനേക്കാളും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഹാർഡ്നെസ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ മനസ്സിലാക്കുക അവിടെ ആക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? മെറ്റാലിക് ബോണ്ടാണ്. ഇപ്പൊ ഇവിടെ മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ മെറ്റൽസ് അല്ലേ? ഏത്? ഗോൾഡ് അല്ലെ, പ്ലാറ്റിനം, സിൽവർ, ദെൻ കോപ്പർ, സിങ്ക്, അയൺ എല്ലാം എന്താണ്? എല്ലാ മെറ്റൽസും മെറ്റാലിക് സോളിഡ് ആണ്. അപ്പൊ അവരുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ്? ദേ ആർ മാല്യബിൾ എന്ന് പറയുന്ന ആരാണ്? മെറ്റൽസ് ആണ്. അവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റാലിക് ബോണ്ടും ആയിരിക്കും. അപ്പൊ ഈ മെറ്റൽസിലുള്ള ബോണ്ടിന് നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്നും അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് എന്നും പറയും. എന്താണ്? ആറ്റങ്ങൾ പരസ്പരമുള്ള മെറ്റാലിക് ബോണ്ടിങ്. ഈ മെറ്റാലിക് ബോണ്ടിങ്ങിന്റെ എണ്ണം കൂടുന്തോറും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ Fe, അയണിലുള്ള മെറ്റാലിക് ബോണ്ടിന്റെ എണ്ണം ഒരു അയൺ ആറ്റത്തിൽ 4 ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ക്രോമിയാണ് എടുക്കുന്നതെങ്കിൽ ക്രോമിയത്തിൽ 6 ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൽ സ്ട്രോങ് ആരാണ്? ക്രോമിയം സ്ട്രോങ് ആണ്. എന്നാൽ അയൺ സ്ട്രോങ് അല്ല എന്നല്ല, പക്ഷെ അയണും ക്രോമിയവും കമ്പയർ ചെയ്യുമ്പം സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? ഹാർഡ്നെസ് കൂടുതൽ ക്രോമിയത്തിനായിരിക്കും. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും കൂടുതൽ ആർക്കാ വരിക? ക്രോമിയത്തിനാണ് വരിക. അപ്പോൾ ഇന്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയേ. ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, കോപ്പർ, സിങ്ക്, അയൺ അല്ലെ, ടൈറ്റാനിയം, ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഈ പറഞ്ഞിരിക്കുന്ന മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾ. മെറ്റാലിക് സോളിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ദേ ആർ മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ അല്ലെ. അതേപോലെ തന്നെ എന്താണ്? ദേ ഹാവ് ലെസ്ചർ അപ്പിയറൻസ്. എന്താ ലെസ്ചർ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിളങ്ങും അല്ലെ. ദേ ഹാവ് ലെസ്ചർ അപ്പിയറൻസ്. അവർ കണ്ടക്ടേഴ്സ് ആണോ? അല്ലെ, അവർ എല്ലാ സമയത്തും കണ്ടക്ടേഴ്സ് ആണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ദേ ആർ ഗുഡ്. ഇപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കണ്ടക്ടിവിറ്റി കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിലല്ലേ എന്താണ്? ചില സമയത്ത് കണ്ടക്ടിവിറ്റി കാണിക്കുക, അല്ലെ തീരെ കണ്ടക്ടിവിറ്റി കാണിക്കൂല എന്നൊക്കെ ഉള്ളായിരുന്നു. മെറ്റാലിക് സോളിഡ്സിന് അങ്ങനെ കണ്ടീഷനൊന്നുമില്ല. മെറ്റാലിക് സോളിഡ്സ് ഏത് സമയത്തും അവരെന്ത് കാണിക്കുന്നുണ്ട്? ദേ ഷോ കണ്ടക്ടിവിറ്റി. ഇനി ഇതിൽ ഈ കണ്ടക്ടേഴ്സിനുള്ള കാരണമാണ് വൈ മെറ്റാലിക് സോളിഡ്സ് ആക്ട് ആസ് കണ്ടക്ടേഴ്സ്. ബിക്കോസ് ഇൻ മെറ്റാലിക് സോളിഡ്സ് ഈച്ച് മെറ്റൽ ആറ്റം, മെറ്റാലിക് സോളിഡിലുള്ള ഓരോ മെറ്റൽ ആറ്റത്തിലും വിൽ ഹാവ് 1 or more ഫ്രീ ഇലക്ട്രോൺസ്, 1 or more വാലൻസ് ഇലക്ട്രോൺസ്. മെറ്റൽ ആറ്റത്തിൽ എന്തുണ്ട്? ഓരോ ആറ്റത്തിലും ഒന്നോ അതിൽ കൂടുതലോ വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. ആൻഡ് ദീസ് വാലൻസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, ഫ്രീ ടു മൂവ്. അതല്ലെങ്കിൽ അവർ മൊബൈൽ ഇലക്ട്രോണുകളാണ്, മൊബൈലാണ്, അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? ദേ ആർ ഡീലോക്കലൈസ്ഡ്. ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കിടക്കുക എന്നുള്ളതാണ്. ഡീലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേന്ദ്രീകരണമൊന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യാം? തോന്നിയ പോലെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക? ഇൻ മെറ്റാലിക് സോളിഡ്സ് ഈച്ച് മെറ്റൽ ആറ്റം വിൽ ഹാവ് 1 or more valence electrons and these valence electrons are free to move and all these electrons will contribute to form a sea of electrons. ഒരുപാട് ഇലക്ട്രോൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ സീ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാണ്? മെറ്റാലിക് സോളിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ്. സോ ദീസ് ഇലക്ട്രോൺസ് വിൽ കോൺട്രിബ്യൂട്ട് ടു ഫോം എ സീ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പൂൾ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അവർ എന്താക്കുന്നത്? ദേ ആക്ട് ആസ് ഗുഡ് കണ്ടക്ടേഴ്സ്. അതേപോലെ തന്നെ ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലെസ്ചർ അപ്പിയറൻസ് ഓൾസോ. ആ തിളങ്ങാനുള്ള കാരണം എന്താണ്? ആ ഫ്രീ ഇലക്ട്രോൺസ്. കാരണം എന്താ? ഫ്രീ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ലൈറ്റ് അബ്സോർബ് ചെയ്യും. ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹൈ എനർജിയിലേക്ക് പോകും. ഹൈ എനർജിയിൽ നിന്ന് അവരുടെ നോർമൽ എനർജിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ അബ്സോർബ് ചെയ്ത് എനർജി വിൽ ബി ഗിവൺ ഔട്ട് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. ആ റേഡിയേഷനുകളാണ് അവിടെ നമുക്ക് എന്തായിട്ട് കാണുന്നത്? തിളങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാ? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അതേപോലെ തന്നെ ദേ ആർ ഹാർഡ്. ഇതൊക്കെയാണ് ആരുടെ പ്രോപ്പർട്ടീസ്? അല്ലെ, മെറ്റാലിക് സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ? മാലിബിൾ, ഡക്റ്റൈൽ, ലെസ്ചർ അപ്പിയറൻസ്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് അല്ലെ? ദേ ആർ ഹാർഡ്. അതേപോലെ പിന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് ആവാനുള്ള കാരണം എന്താ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ അല്ലെങ്കിൽ മൊബൈൽ ഇലക്ട്രോൺ. ഈച്ച് ആറ്റം will have 1 or more free electrons and these electrons are free to move. അവിടെയുള്ള ബോണ്ട് ഏതാണ്? മെറ്റാലിക് ബോണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആരാണ്? മെറ്റൽസ് ആണ്.
ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് സോളിഡ്. ലാസ്റ്റ് വൺ ഈസ് കോവാലന്റ് സോളിഡ്. കോവാലന്റ് സോളിഡ്സ്. ഈ കോവാലന്റ് സോളിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ പോലെ ലോങ് ചെയിൻ ഫോം ചെയ്യാൻ പറ്റും, വലിയ മോളിക്യൂളായിട്ട് മാറും. കാരണം എന്താ, കാർബൺ കാർബൺ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കോവാലന്റ് ബോണ്ടും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും പറയും. നെറ്റ്വർക്ക് സോളിഡ്സ്. അതല്ലെങ്കിൽ ദേ ആർ നോൺ ആസ് ജയന്റ് മോളിക്യൂൾസ്. ഈ പേരുകളൊക്കെ ആർക്കുള്ളതാണ്? കോവാലന്റ് സോളിഡ്സ്. എന്തൊക്കെയാണ് കോവാലന്റ് സോളിഡ്സ്, നെറ്റ്വർക്ക് സോളിഡ്സ്, അതും അല്ലെങ്കിൽ എന്ത് വിളിക്കാം നമുക്ക് അവരെ? ജയന്റ് മോളിക്യൂൾസ് എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിളുകളാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ദെൻ അലുമിനിയം നൈട്രൈഡ്, ദെൻ ടൈറ്റാനിയം കാർബൈഡ്, ദെൻ സിലിക്ക SiO2, ക്വാർട്സ്. ഇതൊക്കെ ഇവർക്ക് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അലുമിനിയം നൈട്രൈഡ്, ടൈറ്റാനിയം കാർബൈഡ്, SiO2, ക്വാർട്സ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാർട്സ് ഗ്ലാസ് ആണെങ്കിൽ എന്താണ്? അത് അമോർഫസ് സോളിഡാണ്. ഇവിടെ നമ്മൾ SiO2 ക്വാർട്സ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അത് ക്രിസ്റ്റലൈൻ സോളിഡും ആണ്. അപ്പോൾ ഇവരെ ഈ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ഹാർഡ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ്. ഇതാണ് ഇവരുടെ പൊതുവേ ഇവർക്കുള്ള പ്രോപ്പർട്ടി. എന്താണ്? ക്രിസ്റ്റലൈൻസ് അല്ലെങ്കിൽ കോവാലന്റ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്, അതേപോലെ തന്നെ എന്താണ്? നോൺ കണ്ടക്ടേഴ്സും. ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. പക്ഷേ ഹാർഡും നോൺ കണ്ടക്ടറും ആണെങ്കിൽ കൂടെ അതിന് വ്യത്യസ്തമായ പ്രോപ്പർട്ടിയാണ് ആർക്കുള്ളത്? ഗ്രാഫൈറ്റ്. ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാ കോവാലന്റ് സോളിഡ്സും ഹാർഡാണെന്ന് പറയാൻ പറ്റില്ല. ചില കോവാലന്റ് സോളിഡ് എന്താണ്? സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് എന്താവും? ദ ആക്ട് ആസ് കണ്ടക്ടേഴ്സ്. അവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഗ്രാഫൈറ്റ് അല്ലെ കോവാലന്റ് സോളിഡുകളുടെ പ്രോപ്പർട്ടിയിൽ ഒരു എക്സെപ്ഷനിലാണ് ആര്? ഗ്രാഫൈറ്റ് എന്നുള്ളത്. സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്. എന്താ ഡയമണ്ടിന്റെ സ്ട്രക്ചർ? ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് ടെട്രാഹെഡ്രലി ബോണ്ടഡ് വിത്ത് 4 other കാർബൺ ആറ്റംസ്. ഡയമണ്ടിൽ ഓരോരോ കാർബൺ ആറ്റവും വേറെ 4 കാർബൺ ആറ്റവുമായിട്ട് ടെട്രാഹെഡ്രലി ബോണ്ടഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫ്രീ ഇല്ല? ഇലക്ട്രോണുകൾ ഫ്രീ അല്ല. കാരണം കാർബണിൽ 4 ഇലക്ട്രോണാണുള്ളത്. ഈ 4 ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു നെറ്റ്വർക്ക് ഷേപ്പിലേക്ക് മാറും അല്ലേ? ഈ പറഞ്ഞ പോലെ 4 ബോണ്ട് ഓരോരോ കാർബൺ ആറ്റവും ഇങ്ങനെ നെറ്റ്വർക്ക് ആയിട്ട് പോവുക ചെയ്യാം. പക്ഷേ ഗ്രാഫൈറ്റിലാണെങ്കിൽ ഗ്രാഫൈറ്റിൽ ഈച്ച് കാർബൺ ആറ്റം ഈസ് ബോണ്ടഡ് വിത്ത് 3 other കാർബൺ ആറ്റംസ്. ഇതൊരു കാർബൺ ആറ്റം, ഇതെന്ത് ചെയ്തിട്ടുണ്ട്? വേറെ 3 കാർബൺ ആറ്റമായിട്ടാണ് ബോണ്ട് ചെയ്യുക. ഇത് വേറെ 3 കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ ഓരോ കാർബൺ ആറ്റം എന്ത് ചെയ്തിട്ടുണ്ടാവും? 3 കാർബൺ ആറ്റംസുമായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ഹെക്സഗണൽ റിംഗ് ആണ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഡയമണ്ടിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇതേപോലെ ഉണ്ടാകുന്ന ഒരു ഹെക്സഗണൽ റിംഗ്. ഈ ഒരു ലെയർ, ഇതിൻ്റെ താഴെ വേറെ ലെയർ ഉണ്ടാവും. വേറൊരു സെക്കൻഡ് ലെയർ. ഈ ലെയേഴ്സ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്കാണ്. അപ്പോൾ ഒരു ഗ്രാഫൈറ്റ് ലെയർ വേറൊരു ഗ്രാഫൈറ്റ് ലെയറുമായിട്ട് എന്തുണ്ട്? വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ്. അങ്ങനെ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. ഒന്നിന്റെ മുകളിൽ വേറൊന്നും ഇങ്ങനെ തെന്നി മാറിപ്പോകും. ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ഗ്രാഫൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡ്രൈ ലൂബ്രിക്കന്റ്. ഒരു സ്ലിപ്പറി നേച്ചർ ആർക്കുണ്ട്? ഗ്രാഫൈറ്റിനുണ്ട്. Because graphite layers can slide one over the other, they have a slippery nature, and hence graphite can be used as a dry lubricant in those machineries which is operating at very high temperature. അതേപോലെ ഗ്രാഫൈറ്റ് കണ്ടക്ടേഴ്സാണ്. കാരണം എന്താ? ഗ്രാഫൈറ്റിലുള്ള ഓരോ കാർബൺ ആറ്റത്തിലും ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? പൈ ബോണ്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ. അത് ഡീലോക്കലൈസ്ഡ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഈച്ച് കാർബൺ ആറ്റം വിൽ ഹാവ് 1 ഫ്രീ ഇലക്ട്രോൺ, 1 മൊബൈൽ ഇലക്ട്രോൺ, which is free to move, and that electron is responsible for the conductivity. അതാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാഫൈറ്റിനെ കണ്ടക്ടേഴ്സ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ വരുന്നത്. മോളിക്കുലാർ സോളിഡ്, അതേപോലെ തന്നെ അല്ലേ മെറ്റാലിക് സോളിഡ്, അയോണിക് സോളിഡ് ആൻഡ് കോവാലന്റ് സോളിഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നിലുള്ള എക്സാമ്പിൾ പറയും. കാരണം എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. എല്ലാ എക്സാമ്പിളുകളും തരും, എന്നിട്ട് നിങ്ങളോടൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അല്ലെ മാച്ച് ദി ഫോളോയിങ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഒരു എക്സാമ്പിളുകളും നിങ്ങൾ കളയാൻ പാടില്ല. അല്ലെ ഓരോരോ എക്സാമ്പിൾ പഠിക്കുന്ന രീതി പറ്റൂല. തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.